കരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമാണോ? സന്തോഷമാണോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി അടുത്തിരിക്കുന്നവരും നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ സന്തോഷമാണെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞേ. എല്ലാവരും അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു. എല്ലാവരും ഈശോയെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇത്രയും സന്തോഷത്തിന്റെ കാരണം? ചൂട് കൂടിയതാണോ? മഴ പെയ്തതാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച നമുക്ക് മഞ്ഞുമ്മൽ സുവിശേഷ മഹോത്സവത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ദിവസങ്ങളിൽ നൽകിയതിനെ ഓർത്ത് കരമടിച്ചതും കർത്താവിന് നന്ദി. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? രൂപാന്തരീകരണം. നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. രൂപാന്തരീകരണം സംഭവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? രൂപാന്തരീകരണം സംഭവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഒരു സെന്റൻസ്. ഇത് മറ്റേ ആ ഒരു സംഭവം പറഞ്ഞു പോയല്ലേ അല്ലേ? രാമായണം കേട്ടല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രൂപാന്തരീകരണമാണ്. രൂപാന്തരീകരണം സംഭവിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന്. നമ്മൾ കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തെ ഇങ്ങനെ അമർത്തി ബിഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ വിവിധ തലങ്ങളാണ്. എപ്രകാരമാണ് നമ്മൾ കർത്താവിന്റെ മഹത്വത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു പര്യായ പദമാണ് ആസ്വദിക്കുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ സിനിമക്ക് പോകുക എന്ന് പറഞ്ഞാലും സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും, അല്ലെ? സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സിനിമ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ രണ്ടും അർത്ഥം എന്താണ്? ഒന്നല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? സാക്ഷ്യം പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ ആസ്വദിച്ചത് എന്താണ്? കർത്താവിന്റെ മഹത്വമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എപ്രകാരമൊക്കെ കർത്താവിന്റെ മഹത്വം ആസ്വദിക്കാം. അപ്പോൾ കർത്താവിന്റെ മഹത്വം ആസ്വദിക്കുമ്പോഴുള്ള റിസൾട്ടാണ് രൂപാന്തരീകരണം. രൂപാന്തരപ്പെടുമ്പോഴുള്ള ഒരു സമ്മാനമാണ് കർത്താവിന്റെ മഹത്വം. ഹല്ലേലൂയ. രൂപാന്തരപ്പെടുന്തോറും നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂപാന്തരപ്പെടാത്തവർക്ക് എന്തില്ല? കർത്താവിന്റെ മഹത്വമില്ല. അവർക്ക് എന്തേ ഉള്ളൂ? അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോ കഴിയുമ്പോ ചൂട് കഞ്ഞി കുടിച്ചിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ മഹത്വം ആസ്വദിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു വിശ്വാസം വഴി, ആഴമായ വിശ്വാസം വഴി. ഇപ്പോഴുള്ള വിശ്വാസം പോരാ.
കുറച്ചുകൂടെ വിശ്വാസം വേണം. അബ്രാഹത്തിന്റെ പോലത്തെ വിശ്വാസം എന്ന് പറഞ്ഞു, മോശയുടെ പോലെയുള്ള വിശ്വാസം, മറിയത്തിൻ്റെതുപോലെയുള്ള വിശ്വാസം, എല്ലാറ്റിനും ഉപരി ഈശോയുടേതുപോലെയുള്ള ഒരു വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേ ഒരു സീക്വൻസിൽ നമ്മൾ പറഞ്ഞു, ദൈവത്തിന്റെ മഹത്വം ആസ്വദിക്കാൻ നമുക്ക് വേണ്ട മറ്റൊരു പുണ്യമാണ് പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ പ്രത്യാശയ്ക്ക് പേര് കേട്ട ഒത്തിരി കഥാപാത്രങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രത്യാശയോടുകൂടെ നമ്മൾ ഈശോയുടെ മഹത്വം ആസ്വദിക്കേണ്ടതെന്ന് പല ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു, ഈശോയുടെ മഹത്വം ആസ്വദിക്കാനുള്ള മറ്റൊരു മാർഗമാണ് സ്നേഹം. എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ബൈബിളിൽ തന്നെ സ്നേഹത്തിന്റെ വീരന്മാരും വീരപുത്രിമാരുമായിട്ടുള്ളവരുടെ കഥകളും സംഭവങ്ങളും ധ്യാനിച്ചുകൊണ്ട് എപ്രകാരം എനിക്ക് വീരോചിതമായി ഈശോയെ സ്നേഹിക്കാം, അങ്ങനെ സ്നേഹിച്ച് എനിക്ക് ഈശോയെ ആസ്വദിക്കാം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു, സ്നേഹം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് പ്രാർത്ഥനയെ കുറിച്ചാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈശോയെ ആസ്വദിക്കാം. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരിയേറെ ആഴ്ചകൾ നമ്മൾ ചെലവഴിച്ചു. പ്രാർത്ഥനയുടെ വിവിധ വശങ്ങളിലൂടെ പ്രാർത്ഥിച്ച് ഈശോയെ ആസ്വദിച്ച വിശുദ്ധരെ കുറിച്ചും ബൈബിളിലെ കഥാപാത്രങ്ങളെ കുറിച്ചുമൊക്കെ പല ആവർത്തികൾ നമ്മൾ ധ്യാനിച്ച് മുന്നോട്ട് പോയതാണ്. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്, അഞ്ചാമത്തേതാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്, സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എങ്ങനെ എപ്രകാരം നമുക്ക് ഈശോയുടെ മഹത്വം ആസ്വദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് ചില ആളുകൾ സിനിമ ആസ്വദിക്കുന്നതിനെ കുറിച്ച്, അവർ സിനിമ ആസ്വദിച്ചത് കാണാൻ പോകും. അവര് കണ്ടതിന് ശേഷം കാണാൻ ഭാഗ്യമില്ലാത്ത ഞങ്ങളെ പോലെയുള്ള ചെറിയ കുട്ടികളുടെ അടുത്ത് വന്നിരുന്നിട്ട്, ഞങ്ങളൊരു 5-10 പേരുണ്ടാവും. അപ്പൊ കാശ് കൊടുത്ത് കണ്ട ആള് കാശ് കൊടുക്കാതെ ചുറ്റും കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് കഥ പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾക്ക് ആ കഥ കേൾക്കുന്നത് ശരിക്ക് കണ്ടാൽ എന്നതിനേക്കാൾ ആസ്വാദ്യകരമായിരുന്നു. ചില ആളുകളുണ്ട് അങ്ങനെ, ശരിക്കുള്ള സിനിമയിനേക്കാളും നല്ല ഭംഗിയായിട്ട് കഥ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ കഥ പറയുന്ന ആൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്? ഈ കണ്ട സിനിമയെ ആസ്വദിക്കുകയാണ്. റൈറ്റ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഥ പറയുന്ന ഒരാൾക്കൊരു ഭാരമാണോ? അല്ല. ഇനി ആരും കഥ കേൾക്കാൻ ചെന്നിരുന്നില്ലെങ്കിൽ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് കഥ പറഞ്ഞു തരാന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മൾ ഈശോയെ വിശ്വസിച്ചു, ഈശോയിൽ പ്രത്യാശ വെച്ചു, ഈശോയെ സ്നേഹിച്ചു, ഈശോയുമായി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരാൾക്ക് ലഭിച്ച ഈശോയുടെ ആ മഹത്വവും അനുഭവവും പങ്കുവെക്കാതിരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പങ്കുവെക്കുന്നതിന്റെ പേരാണ് സാക്ഷ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു സംഭവം കേട്ടു, ഇത്തിരി നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്കത് വേറെ ആരോടെങ്കിലും പറയുന്നത് വരെ ഒരു ആവി, അല്ലേ? അതെന്താണ്? സാക്ഷ്യം പറയുന്നതിന് നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു, മനസ്സിലായില്ലേ? അത് നമ്മൾ കേട്ടൊരു കാര്യം ആരോടെങ്കിലും, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അത് ആരോടെങ്കിലും പറയുന്നത് വരെ ഒരു പരവശം. ആ പരവശം ഈ സാക്ഷ്യത്തിനുള്ള. അപ്പൊ നമുക്കെല്ലാവർക്കും, അച്ഛൻ പറഞ്ഞു വരുന്നത്, നമുക്കെല്ലാവർക്കും ഏത് ക്വാളിറ്റി ഉണ്ട്? സാക്ഷ്യം പറയുന്നതിനുള്ള ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ഉണ്ട്. ഇനി ആ ഒരു ക്ഷമത, ആ ഒരു എബിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം?
സർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും. എന്തെന്നാൽ ഭാഗവതിയായ അങ്ങയുടെ തിരുവതരത്തിൽ അവതരിച്ചയാൾ അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. കന്യകാമറിയമേ ആമോദിച്ചാനന്ദിച്ചാലും. എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ സാക്ഷ്യം പറയുന്നതിനുള്ള ക്വാളിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്തിനെ കുറിച്ചാണ് സാക്ഷ്യം പറയേണ്ടതെന്ന്, അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതെന്ന്, അവിടുന്ന് എന്നെ രക്ഷിച്ചതിനെ കുറിച്ച്, അവിടുന്ന് പഠിപ്പിച്ച ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച്, ഈശോയുടെ കുരിശുമരണത്തെ കുറിച്ച്, കുരിശുമരണം വഴി കൈവന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച്, ഇതിനെല്ലാറ്റിനെയും കുറിച്ച്, ഈശോയിൽ വിശ്വസിക്കാത്തവൻ രക്ഷ പ്രാപിക്കുകയില്ല എന്നതിനെ കുറിച്ച്, ആകാശത്തിന് കീഴെ മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ട ഏകനാമമാണ് യേശുനാമം എന്ന അറിവ് എന്നതിനെ കുറിച്ച്, ഈശോയിൽ വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന്, ഈശോയിൽ നിന്ന് അകന്നു പോകുന്നവർ നശിച്ചു പോകുമെന്ന്, ഇതിനെക്കുറിച്ചെല്ലാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ലജ്ജിതരാവുകയില്ല എന്ന്, അവർ വീണ്ടും ശക്തി പ്രാപിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന്, ഇതിനെക്കുറിച്ചെല്ലാം കർത്താവ് നമുക്ക് ഗൈഡൻസ് തരുമെന്ന്, കർത്താവ് നമ്മെ നേർവഴിക്ക് നയിക്കുമെന്ന്, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ് നാം നടക്കുന്നതെങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട എന്ന്, പകൽ പറക്കുന്ന അസ്ത്രത്തെയോ രാത്രി വരുന്ന വിനാശത്തെയോ നമ്മൾ ഭയപ്പെടേണ്ട എന്ന്, ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണാലും നീ കർത്താവിൽ ആശ്രയിച്ചാൽ, കർത്താവിന്റെ നാമം അറിഞ്ഞാൽ, നീ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ സംരക്ഷിക്കുമെന്ന് നീ അനുഭവിച്ചത് മറ്റുള്ളവരോട് നീ സാക്ഷ്യം പറയണം എന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തിനെ കുറിച്ചൊക്കെയാണ് സാക്ഷ്യം പറയേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയത് എപ്പോഴൊക്കെയാണ് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ ഈശോയേ. അപ്പോൾ നമ്മൾ പറഞ്ഞാരംഭിച്ചിരുന്നു, എൻ്റെ അവിശ്വസ്തതയിലും അജ്ഞതയിലും ഈശോ എങ്ങനെയാണ് ഇടപെട്ടതെന്ന്. ഞാൻ പാപിയായിരുന്നു, ഞാൻ അവിശ്വസ്തനായിരുന്നു, ഞാൻ അജ്ഞതയിലായിരുന്നു. എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈശോയെ കുറിച്ച് അറിഞ്ഞത്, അജ്ഞതയിലായിരുന്നു, ഞങ്ങൾക്കറിയാൻ പാടില്ലായിരുന്നു, ഉദ്ധാനത്തിന്റെ രഹസ്യം അറിയില്ലായിരുന്നു, പീഡാസഹനത്തിന്റെ വിലയറിയില്ലായിരുന്നു, അവിടുന്ന് ചിന്തിയ തിരുച്ചോരയുടെ മൂല്യം അറിയില്ലായിരുന്നു, ഞങ്ങൾക്കറിവില്ലാതിരുന്നത്. എൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടത് നാം പറയണം. ഹല്ലേലൂയ. ഉദാഹരണമായി നമ്മൾ പറഞ്ഞത് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ കഥയാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, എൻ്റെ കണ്ണുനീരിൽ എനിക്കൊരു കാലമുണ്ടായിരുന്നു, എനിക്കൊരു വേദനയുടെ കാലമുണ്ടായിരുന്നു, എനിക്ക് പരാജയത്തിന്റെ കാലമുണ്ടായിരുന്നു, കയ്പുനീരിന്റെ കണ്ണുനീർ കുടിച്ച കാലമുണ്ടായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളും കരഞ്ഞ് ഒടുവിൽ കണ്ണീർ വറ്റിപ്പോയ നയനങ്ങളുമായി ഞാൻ എൻ്റെ ജീവിതയാത്ര നടത്തിയ കാലമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, പെണ്ണേ നീ കരയുന്നത് എന്തിന്, മുത്തേ നീ എന്തിനാടാ കരയുന്നതെന്ന് എന്നോട് ചോദിച്ച് എൻ്റെ കണ്ണീർ ഒപ്പിയെടുത്ത് കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചതിൻ്റെ ഒരു കഥയുണ്ട് എൻ്റെ ജീവിതത്തിൽ, ആ കഥ നീ പറയണമെന്ന് നമ്മൾ പറഞ്ഞു. എൻ്റെ പരാജയത്തിൽ, എൻ്റെ പാപത്തിൽ, എൻ്റെ ഇടറിപ്പോയ കുറെ സമയങ്ങളുണ്ട്. എൻ്റെ ജീവിതയാത്രകളിൽ എത്രയോ വട്ടമാണ് എൻ്റെ കണ്ണിന് പിഴച്ചുപോയത്, എൻ്റെ കാതിന് പിഴച്ചുപോയത്, എൻ്റെ ചങ്കിന് പിഴച്ചുപോയത്, എൻ്റെ ശരീരം ദുർമോഹങ്ങളിൽ വീണുപോയത്, ആസക്തികളിൽ പെട്ടുപോയത്, അന്ധവിശ്വാസങ്ങളിൽ അബദ്ധധാരണകളിൽ വീണുപോയത്, തെറ്റായ വിശ്വാസങ്ങളിൽ വീണ് ഞാൻ എൻ്റെ വിശ്വാസയാത്ര വ്യതിചലിച്ചു പോയത്. അപ്പോഴൊക്കെ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വന്നിട്ട് എൻ്റെ ജീവിത സാഗരത്തിന്റെ ബീച്ചിൽ വന്ന് നിന്നിട്ട് അവൻ എന്നോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ?
ഞാൻ എന്റെ വഞ്ചിയിലേക്ക് നോക്കി, വള്ളത്തിലേക്ക് നോക്കി, അതിനുമുപരി എന്റെ ചങ്കിലേക്ക് നോക്കി. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ കൂടാതെയാണല്ലോ അധ്വാനിച്ചത്, ഒരു ചെറുമീൻ പോലും കിട്ടിയിട്ടില്ല. ഒരു ആത്മപരിശോധനയുടെ റിസൾട്ട് എന്ന വണ്ണം ഞാൻ പറഞ്ഞതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. അവൻ എന്നോട് പറഞ്ഞു, വലതുവശത്ത് വലയിറക്കുക. വിശ്വാസത്തിന്റെ, പ്രത്യാശയുടെ, സ്നേഹത്തിന്റെ, പ്രാർത്ഥനയുടെ വലതുവശത്ത് നീ വലയിറക്കുക. ഞാൻ വലയിറക്കിയപ്പോൾ ജീവിതം നിറയെ സമൃദ്ധി ഉണ്ടായതിനെ കുറിച്ച് ഞാൻ സാക്ഷ്യം പറയണം. ദമാസ്കസിലേക്കുള്ള എന്റെ യാത്ര, ദൈവത്തെ ധിക്കരിച്ചുള്ള യാത്ര, ദൈവത്തിന്റെ പദ്ധതികൾക്ക് എതിരെയുള്ള, ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ വാളെടുത്തുകൊണ്ടുള്ള എന്റെ യാത്രയ്ക്കിടയിൽ ഞാൻ കുതിരപ്പുറത്തു നിന്ന് താഴെ വീണപ്പോൾ അവിടെ നിന്ന് 1000 സൂര്യന്റെ ശോഭയോടുകൂടെ നട്ടുച്ച നേരത്ത്, നട്ടുച്ച സൂര്യന്റെ അപ്പുറമുള്ള ഒരു പ്രകാശത്തിൽ അവൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. അതിനെക്കുറിച്ച് പൗലോസ് സാക്ഷ്യം പറഞ്ഞതുപോലെ ഞാൻ സാക്ഷ്യം പറയണം. 4-മതായി, ആളുകൾ തെറ്റിദ്ധരിച്ച സമയമുണ്ട് എന്റെ ജീവിതത്തിൽ, ആളുകൾ പരിഹസിച്ച സമയമുണ്ട് എന്റെ ജീവിതത്തിൽ. അവൻ കള്ളുകുടിയനാണ്, അവൻ പെണ്ണുപിടിയനാണ്, അവൻ ലഹരിക്കടിമയാണ്, അവൻ മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിലാണ്, അവൻ ക്രിക്കറ്റ് ഭ്രാന്തനാണ്, അവൻ തോന്നിയവാസിയാണ്, അവൻ അനുസരിക്കാത്തവനാണ്, അവൻ തലതിരിഞ്ഞവളാണ്, അവൾ തലതിരിഞ്ഞവളാണ്, കൊള്ളരുതാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ്, കുരുത്തം കെട്ടവനാണ്, കുരുത്തം കെട്ടവളാണ് എന്ന് പറഞ്ഞ്, എന്തിന് ചില നേരങ്ങളിൽ എന്റെ ജീവിത പങ്കാളി, എന്റെ മാതാപിതാക്കള്, എന്റെ ഇൻലോസ് എന്നെ മോശമാണെന്ന് ഒരമ്മ പറഞ്ഞു. ഈ അമ്മയുടെ മകൾ ഈ അമ്മയോട് പറഞ്ഞു അത്രേ, 75 വയസ്സുള്ള ഈ അമ്മയോട് 55 വയസ്സുള്ള മകൾ പറഞ്ഞു അത്രേ, അമ്മ ഒരു മോശം സ്ത്രീയാണെന്ന്. അതിന്റെ പര്യായമാണ് പറഞ്ഞത്. അച്ഛനത് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതിന് വേറെ ചില സ്പെല്ലിങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയങ്ങളിൽ, ആളുകൾ തെറ്റിദ്ധരിച്ച സമയം, പരിഹസിച്ച സമയം, ഈ സമയങ്ങൾ ഇതാ അപ്പോസ്തലന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അവര് കള്ളു കുടിച്ചിട്ട് പിച്ചും പേയും പറയുകയാണെന്ന് പറഞ്ഞു. ആ സമയത്തെ അപ്പോസ്തലന്മാർ, പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറയുന്നതിനുള്ള സമയമാക്കി മാറ്റി. കൈയടിച്ചു കർത്താവിന് നന്ദി പറയാം, ഉറക്കെ വിളിക്കാം, ഈശോയേ. 5-മതായി, അത്ഭുതം. നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയങ്ങളുണ്ട്. നമ്മൾ വായിച്ചു കേട്ടതെല്ലാം അത്ഭുതമാണ്. നമ്മുടെ ജീവിതത്തിൽ കൃപകൾ ലഭിച്ചത്, അനുഗ്രഹം ലഭിച്ചത്, ഭവന നിർമ്മാണം പൂർത്തിയായത്, രോഗം മാറിയത്, ജോലി ലഭിച്ചത്, പരീക്ഷകൾ പാസ്സായത്, ഇതെല്ലാം അത്ഭുതമാണ്. ഈ അത്ഭുതങ്ങളുടെ സമയത്ത് ഇത് ഞാൻ നേടിയെടുത്തതാണെന്ന് പറയാൻ നിൽക്കാതെ, കർത്താവ് എനിക്ക് തന്നതാണെന്ന്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തന്നതാണെന്ന്, ഒരു യോഗ്യതയുമില്ലാത്ത എനിക്ക് കർത്താവ് നിനക്ക് വചനം ചോദിക്കുകയാണ്, മോനെ, ഇതൊക്കെ ലഭിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? 1 കൊരിന്ത്യർ 4:7 തിരുവചനങ്ങൾ. നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ മറ്റെന്താണ് നിനക്കുള്ളത്? ഒരു കുട്ടി പറയുകയാണ്, ഞാൻ പഠിച്ചിട്ടാണ് കിട്ടിയത്. ശരിയാണ്, നീ പഠിച്ചിട്ടാണ് കിട്ടിയത്. പഠിക്കാനുള്ള ബുദ്ധി നിനക്കാരാണ് തന്നത്? പഠിക്കാനുള്ള സൗകര്യം നിനക്കാരാണ് തന്നത്? ഞാൻ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്തിട്ടാണ്. ശരി, കഠിനാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യം നിനക്കാരാണ് തന്നത്? ഞാൻ നല്ല സ്കൂളിൽ പോയി പഠിച്ചിട്ടാണ്. ശരി, ആ വിദ്യാലയം നിനക്കാരാണ് തന്നത്? എന്റെ മാതാപിതാക്കൾ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. ശരി, ആ മാതാപിതാക്കളെ നിനക്കാരാണ് തന്നത്? ഞാൻ നല്ല ട്യൂഷൻ സെന്ററിൽ പോയി നല്ല കോച്ചിങ് കിട്ടിയ ആ കോച്ചിങ് നിനക്ക് തരാൻ ഇടവരുത്തിയതാരാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ കുഞ്ഞേ നിനക്ക് എന്താണുള്ളത്? ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ.
നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 3-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ശിഷ്യന്മാരുടെ കരങ്ങൾ വഴി, അവരുടെ പ്രാർത്ഥന വഴി അത്ഭുതങ്ങൾ നടന്നപ്പോൾ അവരെ ആരാധിക്കാൻ ചെന്ന അവരെ കണ്ട് വിസ്മയിച്ച ജനക്കൂട്ടത്തോട് പൗലോസും സീലാസും പത്രോസും യോഹന്നാനും ഒക്കെ പറഞ്ഞത് കർത്താവിന്റെ നാമത്തിൽ ഇത് സംഭവിച്ചു എന്നാണ്. വിളിക്കാം, ഈശോയേ, ഈശോയേ. ആറാമതായി നമ്മൾ പറഞ്ഞു, പീഡിപ്പിക്കപ്പെടുന്ന ചില സമയങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളുണ്ടായിരുന്നു. സ്തെഫാനോസിനെ കൊല്ലാൻ വേണ്ടി അവർ കരങ്ങളിൽ കല്ലെടുത്ത് പിടിച്ച് ആക്രോശിച്ചു കൊണ്ട് നിൽക്കുമ്പോ സ്തെഫാനോസ് പറഞ്ഞു, സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗത്തിൽ ദൈവപുത്രൻ എന്നെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്റ്റാൻഡിങ് റിസപ്ഷനാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാധാരണ പിതാവിന്റെ വലതു ഭാഗത്ത് പുത്രൻ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന്. ഇതാ സ്തെഫാനോസ് കൊല്ലപ്പെടാന്നതിന് മുമ്പ് കൊല്ലപ്പെട്ട് അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരുന്നതും കാത്ത് മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലാൻ വരുന്ന സമയം സ്തെഫാനോസ് ഒരു വചനപ്രഘോഷണത്തിന്റെ സമയമാക്കി മാറ്റിയതിന്റെ കഥയാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ്. അതുപോലെ തന്നെ പൗലോസ്, നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷ തുടങ്ങുകയാണ്. ഇത്രയും റീക്യാപ്പ് കഴിഞ്ഞു. അങ്ങനെ ഒരു പരിപാടി ഇല്ലേ സീരിയല് തുടങ്ങുന്നതിന് മുമ്പ്? ഇതുവരെ കഥ ഇതുവരെ ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 26-ാം അധ്യായത്തിൽ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ഒരു രാജാവിന്റെ മുൻപിൽ വിചാരണ ചെയ്യപ്പെടാൻ കിട്ടിയത് പൗലോസ് എന്തായിട്ടാണ് കണക്കാക്കുന്നത്? നിങ്ങളെ കോടതിയിലേക്ക് പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി, കയ്യാമം വെച്ച് കോടതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. കോടതി മുറിയിൽ വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. നിർത്തുന്നതിന് മുമ്പ് തരാൻ പറ്റുന്ന ഇടിയൊക്കെ തലയിലും കണ്ണിലും മൂക്കിലും വായയിലും നെഞ്ചിലും വയറ്റിലും കാലിലും കാലിന്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ അടി തന്നിട്ട് നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആ സാഹചര്യത്തെ എന്ത് എന്ന് വിളിക്കും? സൗഭാഗ്യമെന്ന് വിളിക്കും, എന്റെ ആനന്ദമെന്ന് പറയും. ആ സാഹചര്യത്തെ പൗലോസ് പറയുകയാണ്, ഈ സാഹചര്യം വചനം പ്രഘോഷിക്കുന്നതിനുള്ളൊരു സാഹചര്യമാണെന്ന്. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞ അത്രയും വലിയ പീഡനങ്ങളുടെ ഒരു സാഹചര്യം ഇല്ലെങ്കിലും നീ വിചാരണ ചെയ്യപ്പെടുന്നൊരു സമയം, നീ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സമയം ഈശോയെ കുറിച്ച് പറയാനുള്ളൊരു സമയമാക്കി മാറ്റുമോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 26-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. പൗലോസ് ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോ ചുറ്റുപാടും കേൾക്കാൻ നിൽക്കുന്നവരൊക്കെ കൊല്ലാൻ നിൽക്കുന്നവരാണെന്ന് ഓർക്കണം. അല്ലയോ രാജാവേ, മധ്യാഹ്നമായപ്പോൾ വഴിമധ്യാകാശത്ത് നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം. പൗലോസ് തന്റെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന്റെ കഥ പറയുകയാണ്. മധ്യാഹ്നത്തിൽ സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, നട്ടുച്ചക്ക് ടോർച്ചടിച്ച വല്ലവരും കാണോ? കാണൂല. നട്ടുച്ചക്ക് ആരെങ്കിലും ഈ കമ്പിത്തിരി പൂത്തിരി ഒക്കെ വല്ലവരും കത്തിക്കോ? കാണാൻ പറ്റില്ല. അത് വലിയ കാര്യം. ഇപ്പൊ ഈ നട്ടുച്ചയ്ക്ക്, അത് എടുത്തു പറയാണ്, നട്ടുച്ചയ്ക്ക് മധ്യാഹ്നത്തിൽ സൂര്യപ്രഭയെ വെല്ലുന്നൊരു പ്രകാശം. ഒരു സൂര്യന്റെ പ്രകാശമല്ല, അത് 1000 സൂര്യന്റെ പ്രകാശത്തോടു കൂടെയുള്ള ഒരു പ്രകാശമാണ് ഉദ്ധിതന്റെ പ്രകാശം എന്ന് പറയുന്നത്. എന്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലംപതിച്ചു. അവിടെ നിന്ന് ചോദിച്ചു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങാരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇനിയാണ് ഡയലോഗ്. ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും എന്താണ് കണ്ടത്? മധ്യാഹ്നത്തിൽ സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം നീ കണ്ടില്ലേ?
വിളിക്കാം, ഈശോയേ, ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നവയുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ എൻ്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്ന് രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2-3 സെന്റൻസ് 1-2 മിനിറ്റിനുള്ളിൽ ശ്വാസമെടുക്കാതെ പൗലോസ് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അഗ്രിപ്പ രാജാവ് അറിയണം, എനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവ് മധ്യാഹ്ന സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന പ്രഭയുള്ളവനാണെന്ന് മുന്നിലിരിക്കുന്ന വിജാതീയനായ രാജാവ് അറിയണം. അവർക്ക് വിളിക്കാം, ഈശോയേ. എന്നിട്ട് അവരൊരു കാര്യം കൂടെ അറിയണം, കണ്ണുകൾ തുറപ്പിക്കണം. അപ്പൊ അവരറിയേണ്ടത് എന്താണ്? അവരുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അഗ്രിപ്പ രാജാവിനോട് പൗലോസ് പറയുന്നത്, ചേട്ടായിയുടെ കണ്ണടഞ്ഞിരിക്കുകയാണ്. എന്തിനെ കുറിച്ചുള്ള കാഴ്ചയിൽ? ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചയിൽ സാറിന്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. അത് തുറപ്പിക്കാൻ വേണ്ടി ഈശോ എന്നെ അയച്ചിരിക്കുകയാണെന്ന് മുഖത്ത് നോക്കി പറയുകയാണ് പൗലോസ്. ഹല്ലേലൂയ. കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിജാതീയരായിട്ടുള്ളവരെ, ഈശോയെ അറിയാത്തവരെ, ഈശോയിൽ വിശ്വസിക്കാത്തവരായിട്ടുള്ള യഹൂദരെ, നിങ്ങൾ അന്ധകാരത്തിലാണ് കഴിയുന്നത്. മുഖത്ത് നോക്കി പറയുകയാണ്, ഈശോ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് അയക്കാനാണ്. തീർന്നില്ല, സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ ഈശോയിൽ വിശ്വസിക്കാത്തവരായി ഈ കോടതി മുറിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ സാത്താന്റെ ശക്തിയിലാണ്. നിങ്ങളെ ദൈവത്തിന്റെ ശക്തിയിലേക്ക് തിരിക്കാൻ വേണ്ടി ഈശോ എന്നെ അയച്ചിരിക്കുകയാണ്. കൈയടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന രാജാവടക്കം അന്ധകാരത്തിലാണ്, സാത്താന്റെ ശക്തിയിലാണ്, കണ്ണന്തമായി പോയവരുടെ കൂട്ടത്തിലാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. പക്ഷെ സന്ദേശം വ്യക്തമാണ്, എന്നെ അയച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. മധ്യാഹ്ന സൂര്യന്റെ പ്രഭയെ വെല്ലുന്ന പ്രഭയുള്ളവന്റെ സാക്ഷിയായിട്ട് നിൽക്കാണ്. തുടർന്ന് പാപമോചനം സ്വീകരിക്കാനും. പാപത്തിന്റെ അടിമത്വത്തിലല്ലേ നിങ്ങള്? അതെ, ആ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു വഴിയുണ്ടെന്ന്, ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ കാൽവരിയിൽ തുറക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെന്ന്. വിളിക്കാം, ഈശോയേ. അങ്ങനെ എന്നിലുള്ള വിശ്വാസം വഴി, ആരിലുള്ള വിശ്വാസം വഴി? ഈശോയിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ആരൊക്കെ ഈശോയിൽ വിശ്വസിക്കുന്നുവോ അവർക്കൊക്കെ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ, മാലാഖമാരുടെ ഇടയിൽ, വിശുദ്ധരുടെ ഇടയിൽ സ്ഥാനം ലഭിക്കുമെന്ന്. അവർക്ക് വിളിക്കാം, ഈശോയേ. അപ്പോൾ വിശ്വസിക്കാത്തവർ അശുദ്ധരാക്കപ്പെട്ടവരുടെ ഇടയിലാണ്. അജ്ഞതയുടെ പിടിയിൽ കിടക്കുന്നവരുടെ ഇടയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, രാജാവേ, ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ ഈ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, വിജാതീയരോടും സ്വജാതീയരോടും പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കലേക്ക് തിരിയണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞു വരുന്നത്, നീ എപ്പോഴാണ് വചനം പ്രഘോഷിക്കേണ്ടത്?
നിന്റെ ജീവിതത്തിൽ നീ ചോദ്യം ചെയ്യപ്പെടുന്ന സമയം, പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന സമയം, 10 ആള് നിന്നെ വളഞ്ഞിട്ട് പിടിച്ചിട്ടിരിക്കുന്ന സമയത്ത് നീ എന്തു വിളിക്കും? ഈശോയെന്ന് തന്നെ വിളിക്കും. അതറിയാതെ വിളിച്ചു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛന്റെ 2 സഹോദരിമാർ കഴിഞ്ഞ 17-ാം തീയതി വീട്ടിലെ വഞ്ചിയും എടുത്ത്, അപ്പച്ചന്റെ വഞ്ചിയും എടുത്ത് മറുകരയ്ക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് വലിയ ഒഴുക്കിൽപ്പെട്ടു. രാത്രി 8 മണി. ഒരു മനുഷ്യൻ പുഴയിലോ പുഴക്കരയിലോ ഇല്ലാത്തൊരു സമയം. ഒഴുക്കിൽപ്പെട്ട് വഞ്ചി നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ പുഴയിലുള്ള ഊണിക്കുറ്റി എന്ന് പറയുന്ന കുറെ കുറ്റികളുണ്ട്. മീൻ പിടിക്കാൻ വേണ്ടി ആളുകൾ നാട്ടിയിരിക്കുന്ന കുറ്റികൾ. ആ കുറ്റിയിൽ ചെന്ന് വഞ്ചി ഇടിച്ചു. പോകേണ്ട നേരെ എതിർ ദിശയിലേക്ക് ശക്തമായിട്ടുള്ള വലിവാണ്. പുരുഷന്മാർ തന്നെ വലിച്ചാൽ വഞ്ചി നീങ്ങില്ല. അപ്പോഴാണ് 2 ചേച്ചിമാര് രാത്രി ഒഴുക്ക് എങ്ങോട്ടാണെന്നും കര എവിടെയാണെന്നും ഏകദേശം കാണാൻ പോലും പറ്റാത്ത സമയത്ത് പെട്ട് കിടക്കുകയാണ്. അപ്പോ അച്ഛന്റെ ഒരു സഹോദരിയുടെ മകൻ കരയിലുണ്ടായിരുന്നു. അവനാണ് ഇന്നലെ പറഞ്ഞത്, അങ്കിളെ, നമ്മുടെ ആന്റിമാര് ശരിക്ക് ഈശോയേന്ന് വിളിച്ചു. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കണക്കിന് ജീവൻ തിരിച്ചു കിട്ടി. കർത്താവിനെയാണല്ലോ വിളിച്ചത്. ഈശോയേന്ന് അധികം ഉറക്കൊന്നും വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചവരാണ്. ശരിക്കും സ്വരത്തിൽ വിളിച്ചു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ വിളിക്കാത്തവര് വിളിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട്. അതിനു വേണ്ടി കാത്തു നിൽക്കണ്ട. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും ഈശോയെന്ന് വിളിക്കുക. 7-ാമതായി, ചിതറിക്കപ്പെടുന്ന സമയത്ത് കർത്താവിനെ വിളിക്കുക. ശിഷ്യന്മാർ ഭയന്നോടി ഓടിച്ചെന്ന ഇടങ്ങളിലെല്ലാം അവർ വചനം പ്രഘോഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം എഴുതി വെക്കാം. 21-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ സാക്ഷ്യം പറയാൻ നിങ്ങൾക്കൊരവസരം തരാം എന്ന് ഈശോ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. ഇവയ്ക്കെല്ലാം മുമ്പ് അവർ നിങ്ങളെ പിടികൂടുകയും, അവസാന കാലമുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവരുടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കിത്, ബാക്കി വായിച്ചോ, സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരവസരം തരാം, ഓപ്പർച്യൂണിറ്റി തരാം. നമ്മൾ പറയില്ലേ, എനിക്കൊരു ചാൻസും കിട്ടുന്നില്ല കേട്ടോ, ഒരാൾ എനിക്കൊരു ചാൻസ് തരുന്നില്ലെന്ന്. ചാൻസ് കിട്ടിയാലല്ലേ, അല്ലേ? മധ്യസ്ഥ പ്രാർത്ഥനയിൽ മൈക്ക് കിട്ടിയാലേ ചാൻസ് കിട്ടുന്നില്ല. എനിക്കൊരു ചാൻസ് കിട്ടുന്നില്ല. ഒരു ചേട്ടൻ കഴിഞ്ഞ ദിവസം അച്ഛനോട് മഞ്ഞുമല്ല വെച്ച് പറഞ്ഞു, അച്ഛാ, എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാം, പിന്നെ അതിലും നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛനെ എന്നെ കഷ്ടിച്ചാണ് ചാൻസ് കിട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ചാൻസ് തരാം, അവസരം ഒരുക്കി തരാം. ഏതാണ് ആ അവസരം? അവർ നിങ്ങളെ പിടിക്കുകയും പീഡിപ്പിക്കുകയും സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. എന്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുചെല്ലും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള, നിങ്ങളോട് ചോദിക്കും, പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടി?
വെറുതെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ പോകുന്നതാണ്. ഇവളൊന്നും പള്ളിയിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കേ. അതെന്താണ്? അതെന്താണ്? വായ തുറക്കാൻ പറ്റുന്നില്ലേ? സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമാണ്. നമ്മൾ സാക്ഷ്യം നൽകാൻ വേണ്ടി പിണറായിയുടെ മുമ്പിലോ മോദിയുടെ മുമ്പിലോ ചെന്നെത്തുന്നത് കാത്തിരിക്കണ്ട. ആണോ? വീട്ടിൽ ചെല്ലുന്നത് കാത്തിരുന്നാ മതി. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുടുംബശ്രീ വരെ പോകുന്നത് കാത്തിരുന്നാ മതി. തൊഴിലുറപ്പിന്റെ സ്ഥലം വരെ ചെല്ലുന്നത് കാത്തിരുന്നാ മതി. അവിടെ നിന്ന് കിട്ടും നിങ്ങൾക്ക്. അവിടെ കിട്ടും എന്ത്? സാക്ഷ്യം പറയാനുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചില ആളുകള് പറയും, എന്നാൽ ഞാൻ ഇനി അവസാനിപ്പിക്കുകയാണ്. അവരോട് ഈശോ പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാമത്തെ തിരുവചനം എഴുതി വെച്ചോ. ലൂക്ക 9:62. സാക്ഷ്യം പറയുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നീ ഒരു ഭക്തയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതം നയിക്കുമ്പോൾ, നീ പരിഹസിക്കപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ശക്തി തരാൻ ഈശോ പറഞ്ഞു വെച്ചൊരു വചനമാണ്. ലൂക്ക 9:62 യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നൊരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ എഴുതി വയ്ക്കാം, ബൈബിൾ എടുക്കാം, വായിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:18 മുതൽ 20 വരെ. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. ആരെ വിളിച്ചിട്ട്? യോഹന്നാനെയും പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മിണ്ടിപ്പോകരുത്, മിണ്ടിയാ കൊന്നുകളയോന്ന് പറഞ്ഞു, തട്ടിക്കളയോന്ന് പറഞ്ഞു. മിണ്ടിപ്പോയ തട്ടിക്കളയും. അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, മിണ്ടിപ്പോയ തട്ടിക്കളയും. അപ്പൊ അവര് പറഞ്ഞു, പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാളുപരി നിങ്ങൾ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണ്. നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. പോടാ പുല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ കാണുകയും ഞങ്ങൾ കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കും. തൊണ്ടയിൽ ശബ്ദമുള്ളിടത്തോളം കാലം, വായയിൽ നാവുള്ളിടത്തോളം കാലം, മൂക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം, നെഞ്ചിൽ ഹൃദയം പിടയും തോറും ആ കാലമോ എക്കാലവും ഞങ്ങൾ ഈശോയെ കുറിച്ച് പറഞ്ഞിരിക്കും, ഈശോയുടെ അടുത്ത് പോയിരിക്കും, അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ എന്തിനാണ് ഇത്രമാത്രം ഈ സാക്ഷ്യത്തെ കുറിച്ച്, ഇത് 5-ാമത്തെ ആഴ്ചയാണ്, 4-ാമത്തെ ആഴ്ചയാണ് അച്ഛൻ സാക്ഷ്യം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഏറ്റവും കുറവുള്ള ഒരു മേഖലയാണിത്. കാരണം നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് പ്രത്യാശയുണ്ട്, നമുക്ക് സ്നേഹമുണ്ട്, നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഏറ്റവും കുറഞ്ഞു കിടക്കുന്നൊരു മേഖല എന്ന് പറയുന്നത് സാക്ഷ്യത്തിന്റെ മേഖലയാണ്. ഹോസ്റ്റലിൽ നിൽക്കുന്ന മകനും മകളും അടക്കം സാക്ഷ്യം പറയാൻ മടിയാണ്. വിദേശത്ത് പോയിരിക്കുന്ന മകനും മകൾക്കും സാക്ഷ്യം പറയാൻ മടിയാണ്. പഠിക്കുന്ന മക്കൾക്ക് ഞാൻ ഈശോയുടേതാണ് എന്ന് പറയാൻ മടിയാണ്. ഞാൻ ഈശോയുടെ സ്വന്തമാണെന്ന് കാണിക്കുന്ന അടയാളങ്ങൾ കഴുത്തിൽ നിന്ന് മാറ്റുന്നു, കയ്യിൽ നിന്ന് മാറ്റുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സാക്ഷികളാകണ്ട, അനുഗ്രഹം കിട്ടിയാ മതി. രൂപാന്തരപ്പെടണോ? ശരി, രൂപാന്തരപ്പെടണം. മഹത്വപ്പെടണോ? വേണം. വലിയ ആഗ്രഹമൊന്നുമില്ല, കിട്ടിയാ കിട്ടി. നമുക്ക് വേണ്ടത് പരീക്ഷയിൽ പാസ്സാവണം. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 12-ാം ക്ലാസ്സുകാർ, അല്ലെങ്കിൽ യുവതി യുവാക്കൾ പരീക്ഷയിൽ പാസ്സാകണം, ഫുൾ A+ കിട്ടണം. ഈ ഫുൾ A+ കിട്ടാൻ അത്രമാത്രം ആഗ്രഹം നമുക്ക് രൂപാന്തരപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ, OET പാസ്സാവാനുള്ള പരാക്രമം നമുക്ക് രൂപാന്തരപ്പെടാനുണ്ടോ എന്ന് ചോദിച്ചാൽ, രോഗസൗഖ്യം കിട്ടാനുള്ള ആഗ്രഹം, അത്രമാത്രം ഒരു ദാഹം നമുക്ക് രൂപാന്തരപ്പെടാനും മഹത്വപ്പെടാനും ഉണ്ടോ എന്ന് ചോദിച്ചാൽ
പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കിട്ടാനുള്ളത്രയും ആ ഒരു ദാഹം ഈശോയെ പോലെ ആയിത്തീരാൻ നിനക്കുണ്ടോ എന്ന് ചോദിച്ചാൽ, അപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു റിസ്ക് എന്താണെന്ന് അറിയാവോ? പഠിക്കാൻ ആഗ്രഹമില്ലാത്ത കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നത് പോലെയാണ്. കൊച്ചിന് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല, അവന് ട്യൂഷൻ എടുക്കാൻ നിൽക്കുന്ന ടീച്ചറിന്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ടീച്ചർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോ കൊച്ചിന് മുള്ളാമുട്ട. കൊച്ചു പറയും, ടീച്ചർ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷികളായി തീരുക. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ 7ാമത്തെ ചിതറിക്കപ്പെടുന്ന സമയം നമുക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. അപ്പൊ നമ്മൾ പറയാ, അച്ഛൻ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ചിതറിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ആരും കൊല്ലാനും നോക്കുന്നില്ല, ഞങ്ങൾ കൂളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ സാക്ഷ്യം പറയണോ? സാക്ഷ്യം പറയണം. നോർമലായിട്ട് ജീവിക്കുന്ന സമയത്ത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സമയമുണ്ട്. നോർമലായിട്ടുള്ള സമയത്താണ് നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. 6-ാം അധ്യായത്തിൽ കുറച്ചു പേര് പരാതി പറയാൻ തുടങ്ങി. ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴല്ലേ കഞ്ഞിക്ക് ഉപ്പില്ല എന്ന് പറയുന്നത്? അല്ലേ? കറിക്ക് ഉപ്പുണ്ടോ, കഞ്ഞിക്ക് ചൂടുണ്ടോ എന്നൊക്കെ നോക്കുന്നത് എപ്പോഴാണ്? വേറൊരു കുഴപ്പമില്ലാതെ കൂളായിട്ടിരിക്കുമ്പോഴാണ്. ഇത് കൊള്ളില്ല, അത് കൊള്ളാം. അപ്പോ ഞങ്ങൾക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടിയത് കഷ്ണം ചേട്ടന് കൊടുത്തതിനേക്കാളും ചെറുതായി പോയി എന്നൊക്കെ പിള്ളേര് പറയുന്നത് എപ്പോഴാണ്? ഒരു കുഴപ്പമില്ലാത്തപ്പോഴാണ്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് കുറച്ചു പേര് വന്നിട്ട് പരാതി പറഞ്ഞു, അപ്പോസ്തലന്മാരോട് പരാതി പറഞ്ഞു, ഭക്ഷണമേശയിൽ ഞങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നു. നോർമലായിട്ടുള്ള ടൈമാണ്. അപ്പൊ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ ദൈവവചനത്തെ അവഗണിച്ച് തിന്നുന്നതിലും കുടിക്കുന്നതിലും ശ്രദ്ധ കാണിക്കാൻ നിൽക്കാൻ ഇടവരാതിരിക്കട്ടെ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഈശോ 12 ശിഷ്യന്മാരെ 72 പേരെയൊക്കെ വചനം പറയാൻ അയക്കുന്നത് നോർമലായിട്ടുള്ള സമയത്താണ്. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആമോസിനെ ഒരു പ്രവാചകനായിട്ട് അയക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ വായിക്കുന്നു. ആമോസിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനങ്ങൾ അച്ഛൻ വായിക്കാം. ആമോസ് മറുപടി പറഞ്ഞു, ആമോസിനെ വിളിക്കാണ് കർത്താവ്, വാടാ നീ പോയിട്ട് വചനം പറ. അപ്പോ ആമോസ് പറഞ്ഞു, മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, പ്രവാചകപുത്രനുമല്ല, ഞാൻ ആട്ടിടയനാണ്. സിക്കമൂർ മരം വെട്ടി ഒരുക്കുകയായിരുന്നു എന്റെ ജോലി. ആട് മേയിച്ച് നടന്ന എന്നെ വിളിച്ച്, കൂളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആട് മേയിച്ച് നടന്ന് എന്നെ വിളിച്ച് കർത്താവ് അരുളി ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക, അവരുടെ അവിശ്വസ്തതകളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അവർക്ക് പ്രാർത്ഥനയില്ലാത്തതിനെ കുറിച്ച്, വിശ്വാസമില്ലാത്തതിനെ കുറിച്ച്, താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു സമയത്താണ് ആമോസിനെ വിളിച്ചത്. ജെറമിയായെ വിളിക്കുന്നതും സമാനമായ ഒരു സാഹചര്യമാണ്. ജെറമിയ 1:7, കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ജെറമിയ കയ്യും കെട്ടി, ഞാനൊരു കൊച്ചാണ്, ഞാനൊരു ബാലനാണ്, എന്നെ വെറുതെ വിട്ടാക്കി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഞാനൊരു ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. വലതുകരമുയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സാധാരണ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ അച്ഛൻ പറയാറുണ്ട്, ഇരിക്കുന്ന ഒരാളും എഴുന്നേൽക്കാൻ പരിശ്രമിക്കരുതെന്ന്. കാരണം നിങ്ങൾക്ക് ദാഹം വരാൻ ചൂടാണ്, അച്ഛൻ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ വില കൊടുക്കുമ്പോൾ കർത്താവ് നമുക്ക് വില തരും.
നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു തരത്തിലും വചനം കേൾക്കാതിരിക്കാനോ, എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അച്ഛനത് അറിയാം, സന്തോഷമാണ്. എങ്കിലും അച്ഛൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കട്ടെ, ഇരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാൻ ഇടയുണ്ട് എന്ന് കണ്ട് മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി 1 മണിക്കൂർ നേരം ദാഹിച്ച് ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ടാണ് അച്ഛൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പോരെ, നിങ്ങൾക്ക് പോരെ, ആരെങ്കിലും ഒരാൾ കുടിച്ചാൽ പോരെ. നമ്മൾക്ക് എല്ലാവരുടെയും പാപപരിഹാരത്തിന് വേണ്ടി ഈശോ ഒരാളല്ലേ മരിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരാൾ, ഞാൻ വെള്ളം കുടിച്ചോളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 9ാമതായി അച്ഛനിന്ന് ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സാക്ഷ്യം പറയേണ്ട സാഹചര്യങ്ങൾ. നിന്നെ അന്വേഷിച്ച ആളുകൾ വരുന്ന സമയമുണ്ടാവും. നീ വിജാതിയരുടെ ഇടയിലായിരിക്കുന്ന സമയമുണ്ടാവും. പത്രോസിനെ അന്വേഷിച്ച് കൊർന്നേലിയസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നു. അതാണ് കോൺടെസ്റ്റ്. പത്രോസ് അവരുടെ കൂടെ പോയി. പത്രോസ് അവർക്ക് വേണ്ടി വചനം പ്രഘോഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അന്വേഷിച്ച ആളുകൾ വരുന്ന സമയം നിനക്ക് സാക്ഷ്യം പറയാനുള്ള സമയമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9:15. അവർക്ക് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ കുറിച്ച് ദൈവം അനനിയാസിനോട് പറയുന്ന വചനങ്ങൾ വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ എന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുൻപിൽ കർത്താവിന്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ തെരഞ്ഞെടുത്ത ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിന്റെ നാമം വഹിക്കാൻ നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നോർത്ത് കൈയടിച്ച് ഉറക്കെ വിളിക്കട്ടെ, ഈശോയേ. 10ാമതായി പ്രിയപ്പെട്ടവരെ, തർക്കത്തിന്റെ സമയം, വിമർശനത്തിന്റെ സമയം. നമ്മുടെ കുടുംബങ്ങളിൽ തർക്കങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു പറയും അല്ലേ? മിണ്ടാതിരിക്കോ? പിന്നെ ഹല്ലേലൂയ, മിണ്ടാതിരിക്കരുത്. തർക്കം നടക്കുമ്പോ, ഏത് തർക്കമാണെന്ന് വെച്ചാൽ കുറച്ച് ഇപ്പൊ തന്നെ പറയാം. അതായത് ജെറൂസലേം സൂനഗദോസ് എന്ന് പറയുന്ന ഒരു സൂനഗദോസ് നടക്കാണ്. അവിടെ ഭയങ്കര തർക്കം ഉണ്ടായി. എന്താണെന്നറിയാവോ തർക്കം? അപ്പോസ്തലന്മാരൊക്കെ കൂടി ചുറ്റും കൂടിയിരിക്കുമ്പോഴാണ്. 12 പേരുണ്ട്, അവരുടെ കൂട്ടാളികളൊക്കെ ഉണ്ട്. പൊരിഞ്ഞ വാക്ക് തർക്കം നടക്കാണ്. എന്താണ് തർക്കം? പരിച്ഛേദനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. കുറച്ചാളുകൾ പറഞ്ഞു, പരിച്ഛേദനം ചെയ്യണം, ചെയ്തവരെ മാത്രമേ ക്രിസ്ത്യാനികളാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ആ തർക്കത്തിന്റെ സമയത്ത് നമ്മൾ എന്തിനാ വെറുതെ വർത്താനം പറഞ്ഞ് ചൊറയാക്കുന്ന? അവര് പറഞ്ഞ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താക്ക് എന്ന് പറഞ്ഞില്ല. ചില സമയങ്ങളിൽ ആളുകൾ പറയുന്നത് എന്തും അങ്ങനെ അംഗീകരിച്ചു കൊടുക്കണമെന്നില്ല. ഹല്ലേലൂയ. കുറെ പേർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അതാണോ ഞങ്ങൾ അംഗീകരിക്കുന്നത്? എന്തംഗീകരിക്കണം, എന്തംഗീകരിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് അതനുസരിച്ച് ചെയ്യണമെന്ന് മാത്രം. എപ്പോ മിണ്ടാതിരിക്കണം, എപ്പോ സംസാരിക്കണമെന്ന്
കർത്താവ് നമ്മെ നയിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ സന്ദർഭോചിതമായി വിവേകത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടെ പറയണം. പറഞ്ഞില്ലെങ്കിൽ ചില തെറ്റായ തീരുമാനങ്ങൾ സഭയിലും കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും ഗ്രൂപ്പുകളിലും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് പത്രോസ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്താണ് പരിച്ഛേദനത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞു. പൗലോസ് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എല്ലാവർക്കും ചില ബോധ്യങ്ങൾ കിട്ടി. ചില ആളുകൾ ഒച്ചയുണ്ടാക്കുമ്പോ ബോധ്യം കിട്ടിയിട്ടാകണമെന്നില്ല ഒച്ചയുണ്ടാക്കുന്നത്. അപ്പോൾ ബോധ്യമുള്ളവൻ, വിവേകമുള്ളവൻ, ആത്മാവിൽ നിറഞ്ഞവൻ മിണ്ടാതിരിക്കരുത്. ദൈവം ഇന്നൊരു കാര്യം ഈ സമൂഹത്തോട് പറയാൻ എന്നോട് ആവശ്യപ്പെടുന്നു എന്നവൻ തുറന്നു പറയുമ്പോൾ ആ സമൂഹത്തിന്റെ നയരൂപീകരണത്തിൽ, ആ അഭിപ്രായത്തിന്, ആ മെസ്സേജിന് കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈശോയെ കുറിച്ച് പറയേണ്ട സമയങ്ങളിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ, പ്രിയപ്പെട്ടവരെ, അത് വലിയ നാശത്തിനുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. വിളിക്കാം, ഈശോയേ. ജെറമിയായുടെ പുസ്തകം 20-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. ജെറമിയ 20:9 എടുത്ത് വായിക്കാം. വായിച്ചോളൂ. ജെറമിയ 20:9. അവിടത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് കിട്ടുന്നത് മുഴുവൻ ദുരിതമാണ്. യെരമ്യായ്ക്കുണ്ടായ സഹനങ്ങൾ പോലെ സഹനങ്ങൾ ഉണ്ടായ ഒരു പ്രവാചകനില്ല. 40 കൊല്ലം ഈ മനുഷ്യൻ വിഷമിച്ച് പ്രവചിച്ച് അവന്റെ ഊപ്പാടിളകി. അതുപോലെ കാരണം ഇവൻ പ്രവചിക്കുന്നു, ഇവന് തിരിച്ചു കിട്ടുന്നത് മുഴുവൻ ദുരിതവും സഹനവും പീഡനം. അവനെ കാരാഗ്രഹത്തിൽ അടക്കുന്നു, ഇരുട്ടറയിൽ അടക്കുന്നു, ഭക്ഷണം കൊടുക്കാതെ ഇടുന്നു. എന്തിന് അവസാനം ഒരു ചെളിക്കുണ്ടിൽ, ഒരു കിണറ്റിൽ, എന്തൊക്കെ ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല, ഒരു കിണറ്റിൽ തള്ളിയിട്ടിട്ട് ഒരു ചെളിക്കുണ്ടിൽ കഴുത്തറ്റം ചെളിയായിട്ട് ഇങ്ങനെ കിടക്കാണ്. അതുപോലെ ദുരിതം അനുഭവിച്ചൊരു പ്രവാചകൻ പറയാണ്, ഞാൻ ഇനി കർത്താവിനെ പറ്റി ചിന്തിക്കുകയില്ല, സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ എന്റെ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ഞാൻ ശ്രമിച്ചു, ഞാൻ തളർന്നു, എനിക്കതിന് സാധിക്കുന്നില്ല. കർത്താവിനെ കുറിച്ച് മിണ്ടരുതെന്ന് വിചാരിച്ച് ഞാൻ തളർന്നു, എനിക്ക് സാധിക്കുന്നില്ല. വായ തുറന്ന വചനം വരുന്നത്. ഹല്ലേലൂയ. അല്ലെ, നമ്മളൊക്കെ വായ തുറന്ന എന്താ വരുന്നത്? ഞാൻ കുറെ പ്രാവശ്യം മിണ്ടാതിരിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വായ അങ്ങോട്ട് തുറന്നു. എന്താ വന്നത്? ജെറമ്യായുടെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരുന്നത് വചനത്തിന്റെ അഗ്നിയായതുകൊണ്ട് അവൻ വാ തുറന്നപ്പോൾ കർത്താവിന്റെ നാമവും കർത്താവിന്റെ വചനവും പുറത്തേക്ക് വന്നെന്ന്. ഈശോയേ, ഈശോയേ. അത് തന്നെയാണ് ജെറമ്യ 20:7. കർത്താവെ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു. എന്ത് പറഞ്ഞു വഞ്ചിച്ചു? വാടാ, ബാലനാണെന്നൊന്നും നീ പറയണ്ട, ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കാൻ പോവാണ്. നീ പിഴുതെറിയും, തച്ചുടക്കും, പണിതുയർത്തും, നട്ടു വളർത്തും. ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് പറഞ്ഞാ മതി, ഞാൻ നിന്നെ അങ്ങോട്ട് ഉയർത്തും. ആഹാ. ജെറമ്യ ഒടുവിൽ പറയാണ്, കിട്ടിയതൊക്കെ കണക്കെടുത്ത് നോക്കിയപ്പോ പറയാണ്, കർത്താവെ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി, എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. എന്നാലും ഞാൻ വചനം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായി പ്രിയപ്പെട്ടവരെ, ക്ഷാമത്തിന്റെ കാലത്ത്, ദുരിതത്തിന്റെ കാലത്ത് നീ സാക്ഷ്യം പറയണം. രോഗത്തിന്റെ കാലത്ത്, രോഗം മാറിയിട്ടൊന്നുമില്ല. നമ്മൾ ആദ്യം പറഞ്ഞത് രോഗം മാറിയതിനെ ഓർത്ത് നീ സാക്ഷ്യം പറയണമെന്നാണ്. ഇപ്പൊ പറയുന്നു രോഗം മാറിയില്ലെങ്കിലും രോഗം മാറാതെ എങ്ങനെയാണ് സാക്ഷ്യം പറയുന്നത്?
വസ്തു ഇടപാട് നടന്നില്ലെങ്കിൽ നീ സാക്ഷ്യം പറയണം. നടക്കാത്തതിന്റെ സാക്ഷ്യം പറയാൻ പറ്റുമോ? ഞാൻ പ്രാർത്ഥിച്ചു, കുറേ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നിട്ടില്ല, അതാണ് സാക്ഷ്യം പറയേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു, കുറേ നാൾ വന്ന് പ്രാർത്ഥിച്ചു, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണോ? അതും സാക്ഷ്യം പറയണം. അതിലൊരു സാക്ഷ്യമുണ്ട്, പറഞ്ഞുതരാം. ക്ഷാമത്തിന്റെ കാലത്ത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ എഴുതി വെച്ചാൽ മതി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ ഒരു കടുത്ത ക്ഷാമത്തിന്റെ കാലമാണ്, ദുരിതത്തിന്റെ കാലമാണ്, പട്ടിണിയുടെ കാലമാണ്. ഈ പട്ടിണിയുടെ കാലത്ത് ഈശോയെ കുറിച്ച് പറയുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുക മാത്രമല്ല, യേശുനാമത്തിൽ ധനശേഖരം നടത്തി പാവപ്പെട്ടവരെ, പീഡിപ്പിക്കപ്പെട്ടവരെ, അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർ, പട്ടിണി കിടക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു സുവിശേഷ പ്രഘോഷണം നടക്കുന്നുണ്ട്. അതാണ് ദുരിതകാലത്ത്, പ്രളയകാലത്ത്. നമുക്കറിയാലോ, പ്രളയകാലത്ത് എന്തോരം വചനം പ്രഘോഷിക്കപ്പെട്ടു. കോവിഡിന്റെ കാലത്ത് എന്തോരം വചനം പ്രഘോഷിക്കപ്പെട്ടു. ദുരിതകാലത്ത് അല്ലേ, വീട്ടിൽ മുടി അടച്ചിരുന്നപ്പോഴാണ് പലർക്കും ഈ ഫോണിലൊക്കെ കുർബാന ഉണ്ടെന്ന് മനസ്സിലായത്. യൂട്യൂബിൽ കുർബാന ഉണ്ടെന്ന് മനസ്സിലായത് വീടടച്ച്, വാതിലിന്റെ ഒക്കെ അതൊക്കെ വാതിലൊക്കെ അടച്ച്, വാതിലിന്റെ വീടല്ല, വീടിന്റെ വാതിലൊക്കെ അടച്ച് മുറിയിലിരുന്നപ്പോ മനസ്സിലായി ഇതിൽ കുറെ വചനങ്ങളൊക്കെ ഉണ്ടെന്ന്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം മനോഹരമായ വചനമാണ്, ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. 1 കൊരിന്ത്യർ 9:16 വായിക്കാം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ദുരിതം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് ദുരിതം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം നീ പറയുന്നില്ലെങ്കിൽ നിനക്ക് ദുരിതം. പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിനക്ക് ദശാംശം കൊടുക്കാൻ പറ്റി, നിനക്ക് അഭിമാനിക്കേണ്ട, അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം അത് നിന്റെ കടമയാണ്. നിനക്ക് കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് 10 പേരെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റി, നീ അഹങ്കരിക്കേണ്ട കാര്യമില്ല, അത് നിന്റെ കടമയാണ്. ഒരു 100 പേരെയെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റി, നീ അഹങ്കരിക്കണ്ട, അത് നിന്റെ കടമയാണ്. പറ്റിയില്ലെങ്കിൽ നിനക്ക് ദുരിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറയുന്നതല്ല, പൗലോസ് പറയാണ്, ഒരു 100 പേരെയെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എനിക്ക് ദുരിതം. എല്ലാവരും അതൊന്ന് ഏറ്റു പറഞ്ഞേ. പറഞ്ഞോ? അച്ഛൻ പറയാൻ കാത്തിക്കണ്ട, നിങ്ങൾ പറഞ്ഞു. 100 പേരെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ആവിലയിൽ നമ്മൾ 2 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 1, ജീവിത അവസാനം വരെ ഞാൻ ഈശോയോട് കൂടെ നിൽക്കും. 2, എന്റെ സർവ്വ കഴിവുകളോടും കൂടെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കും. മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാനും മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും വേണ്ടി എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ കഴിവ്, എന്റെ വാക്ക്, എന്റെ നോക്ക്, എന്റെ പോക്ക് എല്ലാം ഞാൻ ഉപയോഗിക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, റോമർ 1:14. 2 വചനങ്ങൾ കൂടിയുള്ളൂ. റോമർ 1:14 കൊളോസ്യസ് 4:17 കഴിഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. റോമർ 1:14 വായിക്കാം. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്.
ഹല്ലേലൂയ. എന്തിന്? അവരോടൊക്കെ ഞാൻ കാശ് മേടിച്ചിട്ടുണ്ടെന്നാണോ? അച്ഛാ, ഞാൻ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, പിന്നെ അയൽവക്കത്തു നിന്ന് കുടുംബശ്രീയിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എല്ലാവരോടും ഞാൻ കടപ്പെട്ടു. അതിന്റെ കടമല്ല അല്ലെ, ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തരൂല്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ബാങ്കുകാര് പോലീസുകാരെയും കൂട്ടി വരും, കുടുംബശ്രീന്ന് ആരെയും കൂട്ടി വരും, ആരെങ്കിലൊക്കെ കൂട്ടി വരും, നാട്ടുകാരെയും കൂട്ടി വരും. പിടിച്ചിട്ട് നമ്മ കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ. കടപ്പെട്ടവരാണ്. പൗലോസ് പറയുകയാണ്, ഞാൻ വിജാതീയരോടും സ്വജാതീയരോടും ഗ്രീക്കുകാരോടും എല്ലാ അപരിഷ്കൃതരോടും പരിഷ്കൃതരോടും എല്ലാവരോടും ഞാൻ കടപ്പെട്ടവനാണ്. എന്തിനാണെന്നറിയാവോ? സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ബാധ്യസ്ഥനാണ്. എനിക്ക് കടമുണ്ട്, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവരെന്റെ പൊങ്ങക്ക് പിടിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്റെ പുരക്കിന് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. വചനം പ്രഘോഷിക്കാൻ വലതുകരം ഉയർത്തിവെച്ചുകൊണ്ടെന്ന് പറഞ്ഞേ, എല്ലാവരോടും വചനം പ്രഘോഷിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. എല്ലാ ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, എല്ലാവരോടും വചനം പ്രഘോഷിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. കൊളോസസ് 4:17 അവസാനിപ്പിക്കുകയാണ്. കർത്താവിൽ സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ പരിശ്രമിക്കുക എന്ന് ആർക്കിപ്യൂസിനോട് പറയുക പൗലോസിന്റെ ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്താണ്? കർത്താവിൽ സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, കമ്മിറ്റഡ് ആവുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനവും ആത്മാവും നമ്മോട് പറയുകയാണ്, കർത്താവിൽ നീ ഒരു ശുശ്രൂഷ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ശുശ്രൂഷ? വചനം പ്രഘോഷിക്കുക, ഈശോയെ കൊടുക്കുക, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന ശുശ്രൂഷ. ഈ ശുശ്രൂഷ നിർവഹിക്കാൻ നീ കിണഞ്ഞ് പരിശ്രമിക്കുക. നമ്മള് ഉടമ്പടി എടുക്കുമ്പോ അങ്ങനെ പറയാറുണ്ടല്ലോ, 100 പേരെയെങ്കിലും ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. എപ്പോ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്? ഒരു മെസ്സേജ് പോലും ഫോർവേഡ് ചെയ്യാൻ വേണ്ട, ആ മെസ്സേജ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടണ്ട. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ഇടണ്ട. കണ്ണി കണ്ട ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. അവിടെ ഒരു വചനം ഇടാൻ വേണ്ട, ഇടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കാൻ കഠിനാധ്വാനം ചെയ്യുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, ഞാൻ എന്റെ കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള വചന ശുശ്രൂഷ ചെയ്യാൻ, സാക്ഷ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ, സുവിശേഷ വേല ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. കണ്ണുകളടക്കാം.